പക്ഷെ ഞാൻ കണ്ടേക്കുന്ന വീഡിയോസ് എല്ലാം ഇങ്ങനെ എന്നെ ഇപ്പൊ ആൾക്കാരെ കണ്ടിട്ട് ഇതൊന്നും അമ്മച്ചിയോ എന്നാ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ കുറച്ച് പണ്ട് എന്നെ കാണാൻ കുറച്ച് നല്ല ഇരുണ്ടിട്ടായിരുന്നു, ടാനൊക്കെ അടിച്ചിട്ട് ഭയങ്കര. അന്ന് എന്നോട് ആൾക്കാർ കുറെ പേര് മീൻസ് നമ്മളോട് അങ്ങനെ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നമ്മളെ ആൾക്കാർ കുത്തി പറയും, ഓ നിന്നെ എന്താണ് ഇങ്ങനെ, നീ ഇങ്ങനെ ഇരിക്കുന്നില്ലോ അങ്ങനെ ഇരിക്കുന്നില്ല. നമ്മൾ നേരിട്ട് ആരും അങ്ങനെ കയറി പറയത്തില്ല, പറയുന്നതിന്റെ ഒരു ലിമിറ്റ് ആണ്. ആൾക്കാരുടെ വിചാരം സോഷ്യൽ മീഡിയയിലുള്ള ഒരു മനുഷ്യന്മാരല്ല, അവരെ എന്ത് പറഞ്ഞാലും നമുക്ക് നോവില്ല, ഫീലിങ്സ് ഇല്ല, പിന്നെ നമ്മളെ തകർക്കണമല്ലോ, നമ്മൾ തകരരുത്. പിന്നെ അപ്പൊ എന്നെ പണ്ടും ഇങ്ങനെ പറയുമായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ കുറച്ച് മെലിഞ്ഞിട്ടായിരുന്നു, അപ്പൊ വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും ആൾക്കാർ പറയും നീ എന്താണ് അങ്ങനെ ഇങ്ങനെ. എനിക്കിത് എവിടെ ഏശാറില്ല, കാരണം എന്റെ കണ്ടിൽ ഞാൻ സുന്ദരിയാണ്. എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. അല്ല അങ്ങനെയല്ല, നമുക്കിപ്പോ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമ്മൾ ഭംഗിയുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഈ കാണുന്നത് മാത്രമൊന്നുമല്ല ഭംഗി. ഒരു ഡയലോഗിന് പറയുന്നതല്ല, ഇവിടെ ഭയങ്കര ഭംഗിയുണ്ടായിട്ട് ഇവിടെ മൊത്തം വിഷം കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളിപ്പോ ഒരാളോട് പെരുമാറുന്ന രീതി, നമ്മൾ എങ്ങനെയാണ്, മനസ്സാക്ഷിയുള്ളവരാണോ, നമ്മൾ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ലേ, നമ്മൾ നല്ല രീതിയിലാണോ പോകുന്നത്, അതിലാണ് ഭംഗിയിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ കുരുവാണെങ്കിലും കറുപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും എന്തുവാണെങ്കിലും അതൊക്കെ ഭയങ്കര നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, എനിക്ക് വെളുക്കണം എങ്ങനെയെങ്കിലും. എല്ലാവരുടെയും മൈൻഡിൽ വരുന്ന സാധനമാണ്. കാരണം നമുക്ക് കുഞ്ഞിലോട്ട് ഇഞ്ചെക്ട് ചെയ്തിരുന്ന സാധനം എന്താണ്, വെളുപ്പാണ് ഭംഗി, കറുത്തിരുന്ന ഭംഗിയില്ല. നമ്മളിപ്പോ ഒരു കൊച്ചുണ്ടാവുകയാണെങ്കിൽ ഒയ്യോടാ നിന്റെ കൊച്ചു കറുത്തിട്ടാണല്ലോ, വെളുത്തിട്ട് എന്ത് വെളുത്ത കൊച്ച, ഈ സാധനം തൊട്ട് നമുക്ക് കുഞ്ഞിലെ കിട്ടുമല്ലേ. അപ്പൊ ഒരു ടൈമിൽ നമുക്ക് തോന്നും, പക്ഷെ ഒരു ബോധം ആയി തുടങ്ങുമ്പോ നമുക്ക് ഈ സാധനം വരത്തില്ല. ഇപ്പോഴും ബോധം വരാത്ത ടീമുകളുണ്ട്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ തനിയെ വിചാരിക്കണം ഓക്കെ ഇങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. ഇപ്പൊ ഞാനിരുന്ന് ചേച്ചിക്ക് ഇതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് ആണ്, ഞാൻ ചേച്ചി കറുപ്പ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങയാണ് തേങ്ങയാണെന്ന് പറഞ്ഞാൽ ചേച്ചി ഇതെല്ലാം ആ ചേച്ചി ആടി മാലോ പിന്നെ നമുക്ക് സ്വയം തോന്നണം. അസ്ല ആണെങ്കിൽ അസ്ലയുടെ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സൗന്ദര്യത്തിന്റെ പേരിലല്ല അസ്ലേനെ, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിലല്ല, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിലല്ല അസ്ല ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടത് വന്നിട്ടുള്ളത്. അസല എന്തിട്ടാലും ചീത്തവിളിയാ. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, വീട് ചേച്ചി ഞാൻ ഒരേ തോണിയിൽ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടല്ലേ? കാരണം ഞാൻ ഇന്നലെ ആലോചിച്ചു, എന്തോ ഒരു പട്ടിക്കുട്ടിയുള്ള വീട്ടിൽ അസല പോയി നിന്നെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും തെരുവിളി കിടക്കുന്ന ഞാൻ കണ്ടു. അപ്പൊ എവിടെ എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയയില് അസ്ലയുടെ കണ്ടന്റിന് റീച്ച് ഉണ്ട്, സെയിം ടൈം അത്രമാത്രം തെരുവിളികൾ നടക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? അത് വേറെ ഒന്നല്ല, ഇപ്പൊ എനിക്ക് കുറച്ച് റീച്ച് കുറഞ്ഞ വീഡിയോസിനാണെങ്കിൽ എന്നെ നല്ലത് പറഞ്ഞിട്ടുള്ള കമന്റ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കുറച്ച് റീച്ച് കൂടിയ വീഡിയോസിനായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ചീത്തവിളിയും തെറിവിളിയും എന്നും പറയുന്നത്.